ഹായ് എവ്രിവൺ, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ത്യൻ എക്കണോമി വളർച്ചയുടെ പാതയിലാണെങ്കിലും എല്ലാ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സും അല്ലെങ്കിൽ എല്ലാ ബിസിനസ് സെഗ്മെന്റ്സും ഒരേ രീതിയിലല്ല വളരുക. കാരണം എക്കണോമിക് സൈക്കിൾ അനുസരിച്ചിട്ട് ചില സെക്ടറുകൾ മികച്ച പ്രകടനം നടത്തുമ്പോൾ മറ്റ് ചില സെക്ടറുകൾ ഒരു മങ്ങിയ പ്രകടനമായിരിക്കും കാഴ്ചവെക്കുക. ഈ അടുത്ത 2-3 വർഷങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത് ചില മേഖലകൾ നന്നായിട്ട് ഔട്ട് പെർഫോം ചെയ്യുന്നതായിട്ടാണ്. ഇപ്പോൾ മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ മേഖല, അതേപോലെ ഫൈനാൻഷ്യൽ സർവീസസ് ആൻഡ് ബാങ്കിങ്, ട്രാവൽ ആൻഡ് ടൂറിസം, ഹോസ്പിറ്റാലിറ്റി മേഖല, റിന്യൂവബിൾ എനർജി, ക്ലീൻ എനർജി ടെക്നോളജി മേഖല, അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് സെമി കണ്ടക്ടർ മേഖല, അതുപോലെ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ്, ഓട്ടോമോട്ടീവ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ, ഈ സെഗ്മെൻറ്റിലൊക്കെ ഒരു ഹൈ ഗ്രോത്ത് കാണുമ്പോൾ ചില സെക്ടറുകൾ അണ്ടർ പെർഫോമിംഗ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അഗ്രികൾച്ചർ, അതുപോലെ ഗ്ലോബൽ IT സർവീസസ് മേഖല, ട്രഡീഷണൽ FMCG റൂറൽ കൺസംഷൻ മേഖല, അതുപോലെ ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽസ്, സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, ഇവയൊക്കെ അണ്ടർ പെർഫോം ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ എക്കണോമിയിൽ ഉണ്ടാകുന്ന ഇത്തരം സൈക്ലിക്കൽ ചേഞ്ചസിനോട് യോജിച്ചുകൊണ്ട് ഇൻവെസ്റ്റേഴ്സും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റിക്കൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സെക്ടർ റൊട്ടേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ പ്രത്യേക സെക്ടറുകളിൽ ചില സ്റ്റോക്കുകൾ പിക്ക് ചെയ്തുകൊണ്ട് മുൻകൂട്ടി എൻട്രി എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം എക്കണോമിക് സൈക്കിളുകൾ എങ്ങനെയാണ് നീങ്ങാൻ പോകുന്നത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയും. അപ്പോൾ ഒരു സെക്ടറിനെ കംപ്ലീറ്റ് ആയിട്ട് പ്രതിനിധീകരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ETF-കൾ. ചില ETF-കൾ അണ്ടർ പെർഫോമിംഗ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് അധികകാലം ആ രീതിയിൽ നിൽക്കണമെന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കാണാൻ കഴിയും. ഈ രീതിയിൽ പല സെക്ടറുകളും മാറി മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നിലവിൽ അണ്ടർ പെർഫോം ആയിട്ട് നിൽക്കുന്ന ചില സെക്ടറുകൾ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഫ്യൂച്ചർ സാധ്യത കണ്ടുകൊണ്ട് അത് പ്രതിനിധീകരിക്കുന്ന ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റിസ്ക് വലിയ തോതിൽ കുറയുന്നുണ്ട്. കാരണം ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നില്ല. അപ്പോൾ ഓരോ കമ്പനിയും പ്രത്യേകം എടുത്തുകൊണ്ട് പഠിക്കുന്നതിന് പകരം മുന്നേറാൻ സാധ്യതയുള്ള ആകെ സെക്ടറിൻ്റെ ആ ഒരു ETF വാങ്ങുക എന്നുള്ളതാണ് കുറച്ചുകൂടി റിസ്ക് മിനിമൈസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തെ ETF-കളുടെ ഒരു പ്രകടനം നമ്മളൊന്ന് വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ മുന്നേറ്റം നടത്തിയ ETF നോക്കുകയാണെങ്കിൽ ഗോൾഡ് സിൽവർ ETF-കൾ 12% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ സെഗ്മെൻറ്റിലുള്ള ETF-കൾ 8% ഒരു ഗ്രോത്ത് കഴിഞ്ഞ ഒരു മാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ US ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ETF-കൾ 7% ഒരു റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾ തീമിലുള്ള ETF-കൾ 6% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിഫൻസ് ആൻഡ് എയറോസ്പേസിലുള്ള ETF 4% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. IT സെഗ്മെൻറ്റിലുള്ള ETF 4% റിട്ടേൺ കഴിഞ്ഞ ഒരു മാസം കൊടുത്തിട്ടുണ്ട്. Nifty 50 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ETF 1% താഴെയുള്ള റിട്ടേൺ മാത്രമാണ് കഴിഞ്ഞ ഒരു മാസം നൽകിയത്. എന്നാൽ Nifty 50യേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം നടത്തിയ ഏകദേശം 1% മുതൽ 2% ഗ്രോത്ത് കാണിച്ചിട്ടുള്ള ചില ETF-കളുണ്ട്. അതിലിപ്പോൾ ഫാർമ ETF, അതുപോലെ നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ETF, നിഫ്റ്റി മിഡ് ക്യാപ് 150, നിഫ്റ്റി നെക്സ്റ്റ് 50 ETF. ഇവയൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഹൈ ഗ്രോത്ത് സെക്ടർ നൽകിയ റിട്ടേൺ തന്നിട്ടില്ലെങ്കിലും അത് നിഫ്റ്റിയെ ബീറ്റ് ചെയ്ത റിട്ടേൺ ഉണ്ടാക്കിയിട്ടുണ്ട്. 1% മുതൽ 2% വരെ ഒരു നോർമൽ റിട്ടേൺ അത് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ Nifty 50 ETF-ൻ്റെ ഒരു മാസത്തെ റിട്ടേൺ 0.42% മാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ ഇവിടെ ചില ETF-കൾ Nifty 50യേക്കാൾ മോശം പ്രകടനം നടത്തിയായിട്ട് കാണാം. അത്തരത്തിലുള്ള ചില ETF-കളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന് ക്യാപിറ്റൽ മാർക്കറ്റ് ETF ആണ്. ഇവിടെ NSE-യിലെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻഡെക്സിനെ ഫോളോ ചെയ്യുന്ന ETF-കളാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ETF എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പല ലീഡിംഗ് ആയിട്ടുള്ള മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റ് സ്റ്റോക്കുകൾ കാണാം. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായിട്ടുള്ള BSE, CDSL, MCX ഒക്കെ ഈ ഒരു ഇൻഡെക്സിലുണ്ട്. കൂടാതെ HDFC AMC, നിപ്പോൺ ലൈഫ് AMC, അതുപോലെ UTI AMC ഒക്കെ ഈ ഒരു ഇൻഡെക്സിലുണ്ട്. ഇതുകൂടാതെ ഏഞ്ചൽ 1, ICICI സെക്യൂരിറ്റീസ്, മോട്ടിലാൽ ഓസ്വാൾ, 361 WAM പോലെയുള്ള ബ്രോക്കറേജുകളും വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനികളും ഈ ഒരു ഇൻഡെക്സിൽ നമുക്ക് കാണാൻ കഴിയും. ഇതുകൂടാതെ CAMS, കാഫിൻ ടെക്നോളജീസ്, ക്രിസിൽ പോലെയുള്ള റേറ്റിംഗ് ഏജൻസികളും ഈ ഒരു ഇൻഡെക്സിലുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 17ഓളം കമ്പനികൾ അടങ്ങുന്ന കുറച്ചുകൂടി വലിയൊരു ഇൻഡെക്സാണിത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി റിയൽ എസ്റ്റേറ്റ്, സ്വർണം തുടങ്ങിയ ആ ഒരു പരമ്പരാഗത നിക്ഷേപങ്ങളിൽ നിന്ന് മാറിയിട്ട് വൻതോതിൽ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അവിടെ സിപ്പ് വഴി പ്രധാനമായിട്ടും വലിയ തോതിൽ പണം മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഒഴുകുന്നത് കാണാം. ഇതുകൂടാതെ കൂടുതൽ റീറ്റെയിലേഴ്സ് ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറന്നുകൊണ്ട് അവരുടെ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ വർദ്ധിക്കുന്നത് CDSL, BSE, MCX പോലെയുള്ള മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനും ഗുണകരമാണ്. അപ്പോൾ ഇതൊരു അസറ്റ് ലൈറ്റ് മോഡലാണ്. വലിയ തോതിലുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആവശ്യമില്ലാത്ത ഒരു സെക്ടറാണ്. അതുകൊണ്ട് തന്നെ നല്ല ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെക്ടർ കൂടിയാണ് ക്യാപിറ്റൽ മാർക്കറ്റ്, അതിലുള്ള സ്റ്റോക്കുകൾ. അപ്പോൾ ഈ ഒരു ഇൻഡെക്സിനെ ഫോളോ ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ETF-കൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. ഒന്ന് മോട്ടിലാൽ ഓസ്വാളിൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റ് ETF ആണ്. മറ്റൊന്ന് ഗ്രോയുടെ നിഫ്റ്റി ക്യാപിറ്റൽ മാർക്കറ്റ് ETF ആണ്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം നെഗറ്റീവ് റിട്ടേൺ ആണ് ETF നൽകിയിരിക്കുന്നത്.
ഇപ്പോൾ ഇവിടെ എക്സ്പെൻസ് റേഷ്യോയുടെ കാര്യത്തിലായാലും ട്രാക്കിംഗ് എററിൻ്റെ കാര്യത്തിലായാലും ലിക്വിഡിറ്റിയുടെ കാര്യത്തിലായാലും രണ്ട് ETF-കളും ഓക്കെയാണ്. എന്നാൽ ഇവിടെ മൊട്ടിലാൽ ഒസ്വാളിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ഗ്രോയുടെ ETF-നേക്കാൾ കുറച്ചുകൂടി അധികമാണെന്ന് കാണാം. ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടാണ് എക്സ്പെൻസ് റേഷ്യോ നമ്മൾ മോട്ടിലാൽ ഒസ്വാളിൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റ് ETF-ൽ കാണുന്നത്. എന്നാൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ മോട്ടിലാൽ ഒസ്വാളാണ് ഏറ്റവും കൂടുതൽ AUM ഉള്ളത്. ഗ്രോയുടെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ കുറച്ചുകൂടി താരതമ്യേന പുതിയതായതുകൊണ്ട് അതിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കുറവാണ്. ഇതേപോലെ അണ്ടർ പെർഫോം ചെയ്യുന്ന മറ്റൊരു ETF-ആണ് റിയൽറ്റി ETF. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ലീഡിംഗ് കമ്പനികളുടെ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്ന ഒരു തീമാറ്റിക് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ് റിയൽറ്റി ETF. ഇപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ DLF, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, മാക്രോടെക് ഡെവലപ്പേഴ്സ്, ഫിനിക്സ് മിൽസ്, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ്, ഒബ്രോയ് റിയൽറ്റി, ആനന്ദ് രാജ്, ശോഭ തുടങ്ങിയ ലീഡിംഗ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ടോട്ടൽ 10 സ്റ്റോക്കുകൾ ഈ ഒരു ഇൻഡെക്സിലുണ്ട്. ഇപ്പോൾ ഈ ഒരു സെക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അർബനൈസേഷനും അതുപോലെ മെച്ചപ്പെട്ട വരുമാനവുമൊക്കെ അത് കാരണം പ്രീമിയം ലക്ഷറി റെസിഡൻഷ്യൽ ഡിമാൻഡ് ഇന്ത്യയിൽ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൂടാതെ കമേഴ്ഷ്യൽ മേഖലയിൽ ഇപ്പോൾ ഗ്ലോബൽ കാപ്പബിലിറ്റി സെൻറ്റേഴ്സ് വരുന്നതും കൂടുതൽ മാളുകൾ വരുന്നതും ഒക്കെ ഈ കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും വമ്പിച്ച വളർച്ച ഉണ്ടാക്കുന്നുണ്ട്. ഇതുകൂടാതെ റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആക്ട് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ ചെറുകിട ബിൽഡേഴ്സിൽ നിന്നും വൻകിട ലിസ്റ്റഡ് കമ്പനികളിലേക്ക് മാർക്കറ്റ് ഷെയർ കൂടുതലായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൈക്ലിക്കൽ അപ്സ്വിങ് ഈ ഒരു സെക്ടറിൽ ഇപ്പോൾ നടന്നു വരികയാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് അണ്ടർ പെർഫോം ചെയ്യുകയായിരുന്ന ഈ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖല പുതിയൊരു മൾട്ടി ഇയർ ബുൾറണിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെയും രണ്ട് പ്രധാനപ്പെട്ട ETF-കൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. ഒന്ന് മോട്ടിലാൽ ഒസ്വാളിൻ്റെ തന്നെ റിയൽറ്റി ETF ആണ്. അത് കഴിഞ്ഞ ഒരു മാസം നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. നല്ല എക്സ്പെൻസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ട്രാക്കിംഗ് എറർ നോക്കുകയാണെങ്കിലും മോട്ടിലാൽ ഒസ്വാളിൻ്റെ ഈ ഒരു ETF മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ETF ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ലിക്വിഡിറ്റിയും വളരെ ഹൈ ആണ്. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 261 കോടിയോളം ഉണ്ട്. എന്നാൽ നമ്മൾ ഗ്രോയുടെ റിയാലിറ്റി ETF നോക്കുകയാണെങ്കിൽ അതിൻ്റെ AUM 16 കോടി മാത്രമുള്ളൂ. അപ്പോൾ ഇതും താരതമ്യേന പുതിയൊരു ETF ആണ്. എന്നാൽ എക്സ്പെൻസ് റേഷ്യോയും ട്രാക്കിംഗ് എററും മോട്ടിലാൽ ഒസ്വാളിനേക്കാൾ ബെറ്റർ ആണ്. പക്ഷേ അവിടെ ലിക്വിഡിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ മീഡിയം ലിക്വിഡിറ്റി മാത്രമേ ഇതിൽ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ETF മോട്ടിലാൽ ഒസ്വാൾ നിഫ്റ്റി റിയാലിറ്റി ETF തന്നെയാണ്. ഇനി അടുത്തൊരു ETF-ലേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ് ആൻഡ് ഇൻഷുറൻസ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് അഥവാ BFSI ETF. അപ്പോൾ ഇവിടെ ബാങ്ക്, ഇൻഷുറൻസ്, വെൽത്ത് മാനേജ്മെൻറ്റ് മേഖലയിലുള്ള മുൻനിര ലീഡിംഗ് സ്റ്റോക്കുകളാണ് നമുക്ക് ഈ ഒരു ഇൻഡെക്സിൽ കാണാൻ കഴിയുക. അപ്പോൾ അവിടെ HDFC ബാങ്ക്, ICICI ബാങ്ക്, SBI, ആക്സിസ് ബാങ്ക്, കൊടാക് മഹീന്ദ്ര ബാങ്ക് പോലെയുള്ള ബാങ്കിങ് സ്റ്റോക്കുകൾ കാണാൻ കഴിയും. അതേപോലെ ഹൗസിംഗ് ഫിനാൻസ് സെഗ്മെൻറ്റിലുള്ള ബജാജ് ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ LIC ഹൗസിംഗ് ഫിനാൻസും ഈ ഒരു ഇൻഡെക്സിൽ നമുക്ക് കാണാൻ കഴിയും. ഇതുകൂടാതെ ലീഡിംഗ് ഇൻഷുറൻസ് കമ്പനികളായിട്ടുള്ള SBI ലൈഫ്, HDFC ലൈഫ്, ICICI ലോംബാർഡ്, ഇതുപോലെ ഫിൻടെക് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെൻറ്റിലുള്ള ജിയോ ഫിനാൻഷ്യൽ സർവീസസ്, BSE, മുത്തൂറ്റ് ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ മൊത്തത്തിൽ ഇന്ത്യയുടെ ഒരു ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റിലുള്ള എല്ലാ ലീഡിംഗ് സ്റ്റോക്കുകളും ഉൾക്കൊള്ളുന്ന ഒരു ബൃഹത്തായ ഒരു ഇൻഡെക്സാണ് ഈ ഒരു BFSI ഇൻഡെക്സ്. ഇതിൽ 20 കമ്പനികളോളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മേഖല വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സെക്ടറാണ്. കാരണം വ്യാവസായിക മുന്നേറ്റവും റീറ്റെയിൽ ക്രെഡിറ്റും ഒക്കെ വർദ്ധിക്കുന്നത് ബാങ്കുകളുടെ ഒരു വായ്പാ വിതരണം വർദ്ധിക്കുകയും ലാഭം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഇന്ത്യയിലെ ലൈഫ്, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തവരുടെ ആ ഒരു റേഷ്യോ ഇപ്പം വളരെ കുറവാണ്. ഇപ്പോൾ ഭാവിയിൽ ഇത് അതിവേഗം വർദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ്. കൂടാതെ നമ്മുടെ രാജ്യം അതിൻ്റെ എമേർജിങ് എക്കണോമി കൂടുതൽ നേട്ടത്തിലേക്ക് പോകുമ്പോൾ ആദ്യം നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് ഈ BFSI മേഖലയിലുള്ള സ്റ്റോക്കുകളായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതൽ ചോയ്സ് ഒന്നും കാണാൻ കഴിയില്ല. BFSIയിൽ ഒരേ ഒരു ETF ആണ് നമ്മൾ കാണുന്നത്, മിറായ് അസറ്റിൻ്റെ നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് ETF. ഈ ഒരു ETF കഴിഞ്ഞ ഒരു മാസം നെഗറ്റീവ് റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 415 കോടിയോളം നമുക്ക് കാണാൻ കഴിയും. എക്സ്പെൻസ് റേഷ്യോയും ട്രാക്കിംഗ് എററും റീസണബിൾ ആണ്. അതുപോലെ ലിക്വിഡിറ്റി വളരെ ഹൈ ആയി നിൽക്കുന്ന മോശമല്ലാത്തൊരു ETF ആണ് മിറായ് അസറ്റ് നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് ETF. ഇനി അടുത്തൊരു സെക്ടർ അണ്ടർ പെർഫോമിംഗ് ആയി നിൽക്കുന്ന FMCG ETF ആണ്. നിത്യോപയോഗ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രമുഖ കമ്പനികളുടെ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്ന ഒരു സെക്ടോറൽ തീമാറ്റിക് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണിത്. അപ്പോൾ സോപ്പ്, ഷാമ്പു, പാക്കേജ്ഡ് ഫുഡ്സ്, ബിസ്ക്കറ്റ്സ്, ഡയറി ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഡെയിലി നീഡ്സ് ആയിട്ടുള്ള ഈ ആവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കമ്പനികളാണ് ഈ ഒരു ഇൻഡെക്സിൽ നമുക്ക് കാണുക. നമ്മുടെ എക്കണോമിയിൽ ഒരു മാന്ദ്യം ഉണ്ടായാലും ആളുകൾ തീർച്ചയായിട്ടും ഈ ആവശ്യ സാധനങ്ങൾ വാങ്ങുന്നത് നിർത്തിവെക്കാത്തതിനാൽ ഇതൊരു ഡിഫെൻസീവ് സ്റ്റാബിൾ സെക്ടറായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ റൂറൽ ഡിമാൻഡ് വർദ്ധിക്കുകയും അതുപോലെ പ്രീമിയമൈസേഷൻ ഇന്ത്യയിലെ ആ ഒരു മിഡിൽ ക്ലാസ്സിൻ്റെ എണ്ണം വർദ്ധിക്കാൻ കാരണമാകുന്നതുമൊക്കെ FMCGയുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് തന്നെയാണ്. അതുകൂടാതെ ഈ ബ്ലിങ്കിറ്റ്, സെപ്റ്റോ, സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് പോലെയുള്ള മിനിറ്റുകൾക്കുള്ളിൽ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന E-കൊമേഴ്സ്
അതിൻ്റെ ഒരു വേവ് ഈ പ്രീമിയം ബ്രാൻഡുകളുടെ ആ ഒരു സെല്ലിങ് വളരെ വേഗത്തിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു FMCG സെക്ടറിൽ തീർച്ചയായിട്ടും പോസിറ്റീവാണ്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ നമുക്ക് ലീഡിംഗ് ആയിട്ടുള്ള FMCG സ്റ്റോക്കുകളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC, നെസ്ലെ ഇന്ത്യ, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, വരുൺ ബീവറേജസ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഡാബർ, മാരിക്കോ, ഗോദ്രേജ് കൺസ്യൂമർ, കോൾഗേറ്റ് പാംലീവ് തുടങ്ങിയ ഏകദേശം 15ഓളം സ്റ്റോക്കുകളാണ് ഈ ഒരു ഇൻഡെക്സിലുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്ന 2 ETF നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. ഒന്ന് ICICI Prudential's FMCG ETF ആണ്, മറ്റൊന്ന് DSF നിഫ്റ്റി FMCG ETF ആണ്. അപ്പോൾ ഇവിടെ ICICI Prudential's ETF അതിൻ്റെ AUM 757 കോടിയും എക്സ്പെൻസ് റേഷ്യോ റീസണബിൾ ആയിട്ട് 0.2 ആണ്, ട്രാക്കിംഗ് എറർ 0.06, അതുപോലെ ഹൈ ലിക്വിഡിറ്റി ഉള്ള ഒരു ETF ആണ് ICICI Prudential's. പക്ഷേ DSPയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് വെറും 5 കോടി മാത്രമാണ്. കൂടാതെ എക്സ്പെൻസ് റേഷ്യോ 1 കൂടുതലാണ്, 1.29% ആണ്. അതുപോലെ ഇതിൻ്റെ ലിക്വിഡിറ്റി വളരെ ലോ ആണ്. അതേസമയം ICICI Prudential's ഹൈ ലിക്വിഡിറ്റി. അപ്പോൾ ETF നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലിക്വിഡിറ്റി തന്നെയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ICICI Prudential ഇവിടെ ബെസ്റ്റ് ETF ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഫൈനലായിട്ട് CPSE ETF ആണ്. അപ്പോൾ ഇത് സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആയിട്ടുള്ള കമ്പനികളുടെ ഒരു ETF ആണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള ലീഡിംഗ് ആയിട്ടുള്ള PSU കമ്പനികളാണ് ഈ ഒരു ഇൻഡെക്സിലുള്ളത്. വലിയ ഡിവിഡൻഡ് നൽകുന്ന നവരത്ന, മഹാരത്ന PSU കമ്പനികളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ NTPC, ഭാരത് ഇലക്ട്രോണിക്സ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, കോൾ ഇന്ത്യ, ONGC, NHPC, ഓയിൽ ഇന്ത്യ തുടങ്ങിയ 11ഓളം കമ്പനികൾ നമുക്ക് ഈ ഒരു ഇൻഡെക്സിൽ കാണാൻ കഴിയും. ഇപ്പോൾ സർക്കാർ എനർജി, ഡിഫൻസ്, അതുപോലെ റെയിൽവേ തുടങ്ങിയ ഇൻഫ്രാസ്ട്രക്ചർ ഈ ഒരു മേഖലയ്ക്ക് മുൻഗണന നൽകുന്നത് കൊണ്ട് തന്നെ CPSE സ്റ്റോക്കുകളിൽ കൂടുതൽ ഓർഡർ വിൻ ചെയ്യാനുള്ള സാധ്യതയാണ് വരും വർഷങ്ങളിലുള്ളത്. അതുപോലെ ഈ പല കമ്പനികളുടെയും ഓർഡർ ബുക്ക് വളരെ സ്ട്രോങ് ആണ്. ഇപ്പോൾ BEL പോലെയുള്ള സ്റ്റോക്കുകളിൽ ഡിഫൻസ് ഓർഡർ ബുക്ക് സ്ട്രോങ് ആണ്. NTPCയുടെ പവർ ഓർഡർ ബുക്ക് വളരെ സ്ട്രോങ് ആണ്. കൂടാതെ പല PSE സ്റ്റോക്കുകൾ നമുക്ക് ആകർഷകമായ വാല്യൂഷനിലും കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ഈ CPSE ETF നിപ്പോൺ ഇന്ത്യയുടെ ഒരു ETF ആണ്. ഇതിൻ്റെ AUM വളരെ സ്ട്രോങ് ആണെന്ന് കാണാം. 19,491 കോടിയുടെ ഒരു AUM ഈ ഒരു നിപ്പോൺ ഇന്ത്യയുടെ CPSE ETF നമുക്ക് കാണാൻ കഴിയും. കൂടാതെ എക്സ്പെൻസ് റേഷ്യോയും ട്രാക്കിംഗ് എററും വളരെ അട്രാക്റ്റീവ് ആണ്. കൂടാതെ ഹൈ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ETF ആണ് CPSE ETF. അപ്പോൾ ഇതൊക്കെയാണ് 5 പ്രധാനപ്പെട്ട ETF നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ETFകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലംസം എമൗണ്ട് ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈലി റിസ്കി ആയിട്ടുള്ള ഒരു അഫെയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വീക്ക്ലി സിപ്പ് എന്നുള്ള രീതിയിലോ ഒരു 2-3 മാസം കൊണ്ട് അക്യുമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ ലംസം എമൗണ്ട് വീതിച്ച് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 5 ETFകളും നിങ്ങൾ വാച്ചിൽ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂടുതലായിട്ടുള്ള റിസർച്ച് നടത്തിക്കൊണ്ട് ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സുമായി കൺസൾട്ട് ചെയ്തുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.